അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന സർക്കാർ ഏറ്റവും മികച്ച നടിക്ക് അവാർഡ് കൊടുത്തപ്പോൾ ഷംല എന്ന് പേരുള്ള ഒരു മുസ്ലിം യുവതിക്കാണ് അവാർഡ് കൊടുത്തത്. ഏറ്റവും മികച്ച നടി ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ്. ആ ഒരു അവാർഡ് വാങ്ങിയപ്പോൾ കുറേ മുസ്ലിം ബുദ്ധിജീവികൾ ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഒരു മഹത്വമാണ്, കണ്ടിലെ തട്ട വിട്ട് നടക്കുന്ന പർദ്ദ ഇട്ട് നടക്കുന്ന ഒരു മുസ്ലിം സ്ത്രീക്ക് ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് കൊടുത്തിട്ട് ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഇസ്സത്താണ് എന്ന് പറഞ്ഞ് ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഞാൻ കണ്ടു. ഈ തട്ടമിട്ടൊരു പെൺകുട്ടിക്ക് പഠനം നിഷേധിച്ചൊരു സമയത്ത് തട്ടമിട്ട് നടക്കുന്ന അങ്ങനെ ശീലമുള്ള ഒരു മുസ്ലിം യുവതിക്ക് ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് വാങ്ങിയത് ഇതാണ് ഇസ്ലാമിൻ്റെ ഇസ്സത്ത്. ഇങ്ങനെ വേണം മുസ്ലിം പെൺകുട്ടികൾ. കണ്ടാ തോന്നും ഈ സിനിമാ നടി ആവാന്നുള്ളതാണ്, അല്ലെങ്കിൽ സിനിമാ നടിക്ക് അവാർഡ് കിട്ടുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഇസ്സത്ത് എന്നുള്ളത്. നടിയാവുക എന്നുള്ളത് ഓരോരുത്തരുടെ തൊഴിലാണ്. അവരൊരു മഫ്ത ധരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ തല മറക്കുന്നുവെന്നോ പർദ്ദ ധരിക്കുന്നുവെന്നോ കരുതി അതെങ്ങനെ ഇസ്ലാമിൻ്റെ ഇസ്സത്തായിട്ട് മാറുക? വേറൊരു കൂട്ടർ ഇത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ ചെയ്തൊരു വേലയാണ്. ഒന്ന് ഞാൻ പറയാം, ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമ ഇസ്ലാമിക വിശ്വാസങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും കളിയാക്കുന്ന സിനിമയാണ്. ഞാൻ ആ സിനിമയെക്കുറിച്ച് 2 വീഡിയോ ഇട്ടിരുന്നു. ആ 2 വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, ഈ അംഗീകാരം കൊടുക്കുന്നത് ഇങ്ങനെയാണ് മുസ്ലിം സമൂഹം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ്. പാലക്കാട് തൃത്താല സ്വദേശിയാണ്, ഇപ്പോൾ പെരിന്തൽമണ്ണയിലാണ് വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ വീട്. ഇവർ ദുബായിൽ താമസിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അവർ മഫ്ത ധരിച്ച് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ ഒരു അവാർഡ് ഇസ്ലാമിൻ്റെ ഇസ്സത്തായ അവാർഡാണോ? ഒരു കൂട്ടർക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമേ അവാർഡ് കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് കുറേ സംഘ് പരിവാർ പ്രൊഫൈലുകൾ കിടന്ന് കരയുന്നുണ്ട്. ഒരുപാട് മുസ്ലിം നടിമാർ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ അവരാരും മഫ്ത ധരിച്ച് നടക്കുന്നവരോ മുസ്ലിം ഐഡൻറ്റിറ്റി സൂക്ഷിക്കുന്നവരോ അല്ല. ഇവരാകെ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. ഇവരങ്ങനെ മഫ്ത ധരിച്ച് നടക്കുന്ന ഒരാളാണ്. അത് കരുതിയിട്ട് ഇവർ ഇസ്ലാമിൻ്റെ ഇസ്സത്താണ് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനം ഒരു കടന്ന കയ്യല്ലേ? അത്രയൊക്കെ വേണോ? ഇവർ നേരത്തെ മഴവിൽ മനോരമയുടെ മിടുക്കി എന്ന് പറയുന്ന പരിപാടിയിലൂടെയാണ് ഇവർ കലാരംഗത്തേക്ക് വരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒപ്പനയിലും അതേപോലെ പാട്ടിലും അങ്ങനെയൊക്കെ കഴിവ് തെളിയിച്ചൊരു കലാകാരിയാണ് ഈ ഒരു ഷംല. ഇവർ നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് കവിതകൾ എഴുതും. അങ്ങനെ ഇവർ ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മാതൃഭൂമിയുടെ FM ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഓഡീഷനിൽ പങ്കെടുത്തിട്ട് എൻ്റെ നാടിനടുത്തുള്ള മൂക്കുത്തലയിലുള്ള താമിർ എന്ന പേരാൾ ഗൾഫിലുണ്ട്, UAE. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു 1001 നുണകൾ. ആ സിനിമയിലാണ് ഓഡീഷന് ശേഷം ഈ ഒരു ഷംല അഭിനയിക്കുന്നത്. അവിടെ നിന്നുള്ള ആ ഒരു പരിചയത്തിലാണ് താമിർ തന്നെ നിർമ്മാണം നിർവഹിച്ച ഫെമിനിച്ചി ഫാത്തിമ എന്ന പേരുള്ള പൊന്നാനിക്കാരുടെ ഒരു സിനിമയിൽ ഈ ഒരു ഷംല അഭിനയിക്കുന്നത്. പ്രസവിച്ചിട്ട് 2-3 മാസമായിട്ടുള്ള കുഞ്ഞിനെയും കൊണ്ട് വന്ന് അഭിനയിച്ചിട്ടാണ് അവർക്ക് അവാർഡ് വാങ്ങിയത്. ഇതൊക്കെ ഓക്കെ, നല്ല അഭിനയമാണ്, ആർക്കും സംശയമില്ല. പക്ഷേ ഈ അവാർഡ് ഒരു ഇസ്ലാമിൻ്റെ ഇസ്സത്താണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് വെറുതെ എന്തിനാണ് നിങ്ങൾ തട്ട ഇട്ട് നടന്നാൽ എല്ലാം ഹലാല, പർദ്ദ ഇട്ട് നടന്നാൽ എല്ലാം ഹലാല, അങ്ങനത്തെ ഒരു ധ്വനിയിലേക്ക് എത്തിക്കുന്നത്? ഇസ്ലാമിൻ്റെ ഇസ്സത്ത് അതൊന്നുമല്ല, അത് ഇസ്ലാമിൻ്റെ കാരുണ്യമാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും മുറുകെ പിടിക്കുന്നതാണ്. അവർ തട്ട ഇട്ടാലും ഇട്ടില്ലെങ്കിലും അവരൊരു നടി, അത്രയേ ഉള്ളൂ. മുമ്പ് ഇതുപോലെ പെരിന്തൽമണ്ണയിൽ നിന്നൊരു നടി ഉണ്ടായിരുന്നു. ആ പെരിന്തൽമണ്ണയിലെ നടിയുടെ പേര് രസന എന്നായിരുന്നു. ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു മധ്യ കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി. അവർ 14-15 വയസ്സിൽ അവർ സിനിമാ മേഖലകളും കലകളിലൊക്കെ വന്ന് അങ്ങനെ ഒരു സീരിയൽ അഭിനയിച്ചു, പാരിജാതം സീരിയൽ. അങ്ങനെ അതിൽ അഭിനയിച്ചിട്ട് അവിടെ ബൈജു എന്ന് പേരുള്ള ഒരാളായിട്ട് പ്രണയമായി. ആ ബൈജു എന്ന് പറയുന്ന ഒരാൾക്ക് ഭാര്യയും 2 കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ അയാളായിട്ട് പ്രണയമായി. ഇവൾക്ക് പിന്നെ ഒന്നും വേണ്ട, പ്രശ്നമായി. ഒരു ഭാര്യയുടെയും 2 മക്കളുടെയും ശാപം വാങ്ങിയിട്ടാണ് രസ്ന ഈ ബൈജുവിൻ്റെ കൂടെ ജീവിച്ചത്. പിന്നീട് അവർ വിവാഹം കഴിച്ചു. ഇവർ ഈ രസ്ന മതം മാറി സാക്ഷി എന്നുള്ളൊരു ഹിന്ദു മതം വിശ്വാസം സ്വീകരിച്ചു. അപ്പോൾ ഇതാണ് ഒരു നടിമാരുടെ അവസ്ഥ. പിന്നീട് ഇവരെക്കുറിച്ചൊരു വിവരവും ഉണ്ടായിരുന്നില്ല, ഇവർ സോഷ്യൽ മീഡിയയിൽ വരാറില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഇവർക്ക് 2 മക്കളുണ്ട്, ഭർത്താവിൻ്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ ഇട്ടു. ഇവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, ഇവർ സാക്ഷിയായിട്ട് ജീവിക്കാൻ. ഇപ്പോൾ ഇവരെ സഹോദരിയും ഇതേപോലെ സീരിയൽ നടിയാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ വരുന്ന ഒരാളുകളുടെ ഒരു അവസ്ഥ ഏകദേശം എങ്ങനെയാണ്, ഈ രീതിയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിനിമയിൽ ഒരു വേഷം ചെയ്തു അല്ലെങ്കിൽ ഒരു അവാർഡ് വാങ്ങി അവർ മഫ്ത ധരിക്കുന്ന ഒരാളാണെന്ന് കരുതി അധിക്ഷേപിക്കും വേണ്ട. അത് ഇസ്ലാമിൻ്റെ ഇസ്സത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആബിദ് അടിവാരത്തിനെ പോലെയുള്ള ആളുകളുടെ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. അവർ മഫ്ത ധരിച്ചാലും ഇല്ലെങ്കിലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു മേഖലയല്ലല്ലോ സിനിമയിൽ അഭിനയം. നാളെ ഇപ്പോൾ എല്ലാ സിനിമയിലും ഇപ്പോൾ കഴിഞ്ഞ 2 സിനിമകളിൽ ഈ ഒരു ഷംല അഭിനയിച്ചപ്പോൾ
ആ സിനിമയിൽ രണ്ടും തല മറക്കുന്ന സീനാണ്. കാരണം 1001 നുണകൾ എന്ന് പറയുന്ന സിനിമയിലൊക്കെ മഫ്ത ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോളാണ് അവർ അഭിനയിച്ചിരുന്നത്. രണ്ടാമത്തെ സിനിമയിൽ ഒരു ഉസ്താദിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരുന്നതാണ്. ഭാര്യയായിട്ട് വരുമ്പോൾ ആ വേഷങ്ങൾ അഭിനയിച്ചു. എല്ലാ സിനിമയിലും അങ്ങനെ തന്നെ ധരിക്കണം എന്ന് പറയും. പല സിനിമകളിൽ പല പല രംഗങ്ങൾ അഭിനയിക്കേണ്ടി വരില്ലേ? അപ്പം അതിനൊക്കെ ഇസ്ലാമിൻ്റെ ഇസ്സത്താണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചുണ്ടാക്കുമ്പോൾ അതൊരു കടന്ന കൈയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി പ്രേക്ഷകരായ നിങ്ങളും പത്രങ്ങളൊക്കെ വായിക്കുന്ന ആളുകൾ, വാർത്ത വായിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ മഫ്ത ധരിച്ചിട്ട് എന്തും ചെയ്യാനുള്ള അധികാരമാണ്, മഫ്ത ധരിച്ചാൽ പർദ്ദ ധരിച്ചാൽ പിന്നെ ചെയ്യുന്നതൊക്കെ ഹലാലാണ്. നാളെ ഈ രീതിയിലാണെങ്കിൽ പന്നിമാംസം തിന്നിട്ട് പർദ്ദ ധരിച്ചിട്ടൊരു പെണ്ണ് പന്നിമാംസം തിന്നുകയാണെങ്കിൽ അത് ഹലാലാണ്. മഫ്ത ധരിച്ച ഒരാൾ നാളെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ അത് ഹലാലാണ്. ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഇസ്സത്തായിട്ട് മാറുമോ? ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന പേരുള്ള ആ സിനിമ ഇസ്ലാമിനെ കളിയാക്കണ സിനിമയാണ്. ഞാൻ ആ സിനിമ സംവിധായകനോട് ഞാൻ സംസാരിച്ച ഒരാൾ, അരമണിക്കൂറിലേറെ ഞാൻ സംസാരിച്ചു. എൻ്റെ പ്രതിഷേധങ്ങൾ ഞാൻ അറിയിച്ചു. എനിക്കറിയാവുന്ന ആളാണ്, നമ്മൾ നേരിട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധങ്ങൾ ഞാൻ അറിയിച്ച ഒരാളാണ്. എന്നിട്ടാണ് ഞാൻ വീഡിയോയിൽ ഞാൻ സംസാരിച്ചത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ആ സിനിമയിൽ കാണിക്കുന്ന പലതും അത് മുസ്ലിങ്ങളെ മാത്രമല്ല, സ്ത്രീകൾ അടിച്ചമർത്തുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമാണോ? ഭാര്യ അങ്ങനെ പറഞ്ഞാൽ ഭർത്താവ് പറഞ്ഞാൽ അണ്ടറിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കർക്കശമായ രീതി, അത് ഇവിടുത്തെ ഒരു സാമൂഹിക സ്ഥിതിയായിരുന്നു. അതിൽ മുസ്ലിം ഹിന്ദു അത് വിദ്യാഭ്യാസം വരുന്ന ആളുകൾക്കിടയിൽ മാറി. ഇതൊരു മുസ്ലിം കുടുംബം വിശ്വാസപരമായിട്ട് ഇങ്ങനെ തന്നെയാണെന്ന് സ്ഥാപിക്കുക. എന്താ പറയുക, ഒരു കിടക്കയിൽ മൂത്രമൊഴിച്ച നായ ഇനി നായ കയറാതിരിക്കാൻ വേണ്ടി അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെപ്പിക്കുക. ആരെങ്കിലും മരിച്ചു കിടന്ന ബെഡിൽ ജിന്നുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടാക്കുക. അങ്ങനെ മുസ്ലിങ്ങളൊരു പിന്തിരിപ്പനാക്കുന്ന ഒരു സിനിമക്ക് ബോധപൂർവം കൊടുത്തൊരു അവാർഡായിട്ട് ഒരാൾ വ്യാഖ്യാനിച്ചാൽ പോലും ഞാൻ തെറ്റു പറയൂല. കാരണം ഷംല എന്ന് പറയുന്ന ആ നടിയേക്കാളും ഈ വർഷത്തെ സിനിമയിൽ വന്ന രേഖാചിത്രത്തിലെ അനശ്വര രാജൻ നല്ല നടിയായിരുന്നല്ലോ. പക്ഷെ അവരെക്കാളും മികച്ചൊരു അഭിനയമായിട്ട് ഷംലയെ കാട്ടി ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന് പേരുള്ള ഈ സിനിമയ്ക്ക് എന്ത് കൊടുക്കണം? ഒരു പ്രത്യേകത കൊടുക്കണം. കാരണം അത് ഇസ്ലാമിനെ കളിയാക്കുന്ന, ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ നമ്മൾ കളിയാക്കുമ്പോൾ വിശ്വാസികളായ ആളുകൾ പ്രതിഷേധം അറിയിക്കും, അതിനെ പ്രതികരിക്കും. അത് സ്വാഭാവികമാണ്. ഒരു നടി ഇനിയിപ്പോൾ എങ്ങനെ തലമറച്ച് നടന്നാലും അവർ ചെയ്യുന്നൊരു തൊഴിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ലാത്തതാണോ നല്ലതാണോ ചെയ്താൽ ഇതൊക്കെ നോക്കിയിട്ടാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു തലമറച്ച് നടക്കുന്ന ഒരു നടിക്ക് അവാർഡ് കിട്ടുന്നത്. ബാക്കിയുള്ള ഒരുപാട് മുസ്ലിം നടിമാരുണ്ട്, അനാർക്കലിയുണ്ട്, എന്താ പറയുക, നസ്രിയുണ്ട്, പിന്നെ ഏതാണ്, അങ്ങനെ ഒരുപാട് നടിമാരുണ്ട്. ഇതുപോലത്തെ കുറേ നടിമാർ മതം മാറിപ്പോണ നടിമാരുണ്ട്. സാക്ഷി എന്നൊക്കെ പേരൊക്കെ സ്വീകരിച്ച് ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ റസ്നയെ പോലെ. പിന്നെ വേറൊരു കൂട്ടർ ഇതൊക്കെ പിണറായി സർക്കാരിൻ്റെ ഒരു ഐഡിയ ആണ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക. അങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനൊന്നുമല്ല. ഇത് ആ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തതിന് ഫെമിനിസ്റ്റ് ഫാത്തിമയുടെ സംവിധായകനാണ് മികച്ച സംവിധായകൻ, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ആ സിനിമയിലെ ഇതിവൃത്തം ഇസ്ലാമിക വിശ്വാസങ്ങളെ പരിഹസിക്കുന്നതാണ്. അത് നിങ്ങൾ OTTയിലൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ മൊബൈലിലൊക്കെ സിനിമ വരുന്നൊരു സമയത്ത് നിങ്ങൾ കണ്ടുനോക്കും. അതിൽ ഓരോ സീനുകൾ കാണുമ്പോഴും സങ്കടം തോന്നും. ഇങ്ങനെയൊക്കെ ഇസ്ലാമിനെ കളിയാക്കുന്നത്, ആ കളിയാക്കാനുള്ള അവസരങ്ങൾ വെച്ചു കൊടുക്കുക നമ്മൾ, എന്നിട്ട് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. പ്രേക്ഷകരായ നിങ്ങൾ പറയും, അങ്ങനെ മഫ്ത ഇട്ട് ധരിക്കുന്ന ഒരാൾക്ക് അവാർഡ് വാങ്ങണം ഇസ്ലാമിൻ്റെ ഇസ്സത്താണോ? അവർ മഫ്ത ഇട്ട് നടക്കുന്ന ഒരാളാണ്, അവർ നല്ല നടിയായിട്ട് തിരഞ്ഞെടുത്ത് ഒരു അവാർഡ് വാങ്ങി, അത്ര അതിനെ കാണേണ്ടതുള്ളൂ. ഒരു അഭിനയം പോരാണോ അല്ലെങ്കിൽ നല്ലതാണോ ചെയ്താണോ എന്നൊക്കെ നമുക്ക് വിമർശിക്കുകയോ നിരൂപിക്കുകയൊക്കെ ചെയ്യാം. അവരെക്കാൾ നന്നായിട്ട് അഭിനയിച്ച ആളുകൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. പക്ഷേ അവിടുത്തെ ജൂറിക്ക് നോക്കിയത് ഷംല മികച്ച നടിയാണ്, ഓക്കെ, ആ ഒരു സിനിമയിൽ നന്നായിട്ട് ഒരു അഭിനയം ചെയ്തിട്ടുണ്ട്. കാരണം പ്രസവിച്ച 3-ാം മാസം വലിയ വെയിറ്റുള്ള ബെഡൊക്കെ എടുത്തോടുന്ന് അഭിനയിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് അവാർഡ് ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ കാരണം അതിൽ വിശ്വാസങ്ങളെ കളിയാക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാണ് എന്ന് ആരും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും പറ്റൂല. എന്ത് എന്റെ ഉമ്മാനെ പെറ്റിട്ടതും പടച്ചോൻ വിളിച്ചതും ഒക്കെ ഈ ബെഡ് കിടന്നിട്ടാ. അത്ര റാഹത്തുള്ള ബെഡ് അത്. ജാഫർക്ക് മയ്യത്തായ ബെഡ്. പേനിന്ന് കൊടുന്ന സ്പോഞ്ച് കിടക്ക, പഞ്ചാബിൽ നിന്ന് കൊടുന്ന പഞ്ഞിക്കിടക്ക, പിന്നെ ചകിരി കിടക്ക. അതത് ഈ കുന്നംകുളത്തുനിന്നാണ്. പഞ്ഞിക്കിടക്ക കിടന്നുണ്ടെങ്കില് കണ്ടാ മതി ഉറക്കം വരും. എന്നിട്ട് ഞമ്മക്ക് ഉറക്കം വരില്ലല്ലോ. ഈ ബെഡ് കിടന്നവരൊക്കെ മയ്യത്തയക്കണം. കോയക്ക മാത്രമേ കിടക്കാത്തുള്ളൂ. മൂപ്പര് കഴിച്ചിലാവും ചെയ്തിരിക്കണം. ഇപ്പോഴും നമ്മൾ നടന്നു പോകണ്ട കോയക്ക അവിടെ നിന്ന് പീടിയിരിക്കണം. നിങ്ങളാണ് കേട്ടോ അവളെ കുണ്ടിലും കുയിലും കൊണ്ടിടുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ ബെഡ് ഒഴിവാക്കിയത്. ഇപ്പൊ എന്റെ പൈസക്ക് ഒരു ബെഡ് വാങ്ങാൻ പറ്റൂല. ഞാനേ ഈ പള്ളിയിൽ ഉസ്താദാണ്. ഈ നാട്ടുകാർക്ക് മുഴുവൻ ഇൽമു പറഞ്ഞു കൊടുക്കണ ആള്. ആ ഇന്റെ വരെ തന്നെ ഞാൻ പറഞ്ഞത് കേൾക്കൂലെങ്കിൽ ഞാൻ പറഞ്ഞത് നാട്ടിൽ കേൾക്കൂല. മനസ്സിലായി എനിക്ക്? ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഹുബ്ബുൻ നബി എന്നുള്ളതാണ്. ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹു ഹുബ്ബുൻ നബിയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ക്രിസ്തുമത വിശ്വാസികളും ജൂതരും യോഹന്നാൻ എന്ന പേരുള്ള ഒരു പ്രവാചകനെ വിശ്വസിക്കാറുണ്ട്. ഈ യോഹന്നാൻ എന്ന പേരുള്ള പ്രവാചകനെ വിശുദ്ധ ഇസ്ലാമിലും ഖുർആനിലും മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാണ് ആ പേര് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്.
ഞാൻ 2-3 ഓപ്ഷൻ പറയാം. ഒന്ന് യഹിയ നബി, മറ്റൊന്ന് സക്കരിയ നബി. ഏതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.